കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ചാൻസലർക്ക് തിരിച്ചടി. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. താൽക്കാലിക VCമാരെ നിയമിച്ച ചാൻസലറുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, സർക്കാരിനെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ആശ്വാസകരമായ ഒരു ഉത്തരവ് തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ചാൻസലർക്ക് സ്വന്തം നിലയിൽ നിയമനം പാടില്ല, അത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ നടത്താൻ കഴിയൂ എന്നാണോ സർക്കാരിന്റെ കോടതിയുടെ ഒരു ഉത്തരവ്? ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഗവർണർ സ്വന്തം നിലയ്ക്ക് പ്രത്യേകിച്ച് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലകളിലും ഈ രണ്ടിടത്തും സ്വന്തം നിലയ്ക്ക് VCയെ കണ്ടെത്തി താൽക്കാലിക നിയമനം നടത്തുന്ന ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. കൂടിയാലോചനകൾക്ക് ശേഷം ഒപ്പം തന്നെ സർക്കാർ നൽകുന്ന പാനലുകളിൽ നിന്ന് തന്നെ അങ്ങനെ VCയെ കണ്ടെത്തണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ആവശ്യം. കഴിഞ്ഞ ഈ തൊട്ടു മുമ്പുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിന് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗവർണറുടെ ഏകപക്ഷീയമായ ഏകാധിപത്യപരമായ നീക്കത്തിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അവധിക്കാല ബെഞ്ചിന് ശേഷം ഇന്ന് ഹൈക്കോടതി വീണ്ടും പ്രവർത്തനം തുടങ്ങുമ്പോൾ ആദ്യത്തെ കേസായി ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നിരിക്കുന്നു. സുപ്രധാന വിധിയാണ്. ഗവർണറുടെ നീക്കം തെറ്റാണ്, അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമാണ് VCയെ തെരഞ്ഞെടുക്കാൻ കഴിയുമെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരിക്കുന്നു. എന്തായാലും ആ വിധി നേരത്തെയുള്ള ഹൈക്കോടതിയുടെ തന്നെ വിധികളുണ്ട്, ആ വിധികൾ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധി. എന്തായാലും സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ, VC നിയമനം നടത്താവൂ എന്ന് കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഇപ്പോഴുള്ള നിയമനം നിലവിൽ 20-ാം തീയതി കാലാവധി കഴിയാൻ പോവുകയാണ്. ആ നിയമനത്തിൽ കോടതി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടില്ല. കാര്യം ഈ മാസം തന്നെ കാലാവധി കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ താൽക്കാലികമായി ഇടപെടുന്നില്ല എന്ന് കോടതി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഗവർണറെ സംബന്ധിച്ച്, ചാൻസലറെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്ന് കോടതി പറയുമ്പോൾ ചാൻസലർക്ക് അതൊരു തിരിച്ചടിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളുടെ തലപ്പത്ത് VCമാരെ നിയമിക്കുമ്പോൾ അതിൽ ഗവർണർ ഏകപക്ഷീയമായി ഇടപെടുന്നു. സർക്കാർ പാനലിനെ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാതെ സ്വന്തം നിലയ്ക്ക് VCമാരെ നിയമിച്ചു പോന്നിരുന്ന ഒരു നടപടിക്കെതിരെ ഹൈക്കോടതിയെ സർക്കാർ ഹർജി നൽകുന്നു. ആ ഹർജി കോടതി അംഗീകരിക്കുന്നു. സർക്കാരിന്റെ പാനലിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ, VCമാരെ തെരഞ്ഞെടുക്കുമ്പോൾ സർക്കാർ നൽകുന്ന ഒരു പാനൽ കൂടി അംഗീകരിച്ച് അതിൽ നിന്നൊരാളെ കണ്ടെത്തി നിയമനം നടത്താവൂ എന്ന് കോടതി പറയുമ്പോൾ സ്വാഭാവികമായും ഗവർണർക്ക് അതൊരു തിരിച്ചടിയാണ്. പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നിയമനത്തിനെതിരെയാണല്ലോ സർക്കാർ ഹർജി നൽകുകയും അതിലിപ്പോൾ ഒരു അനുകൂല ഉത്തരവുണ്ടാവുകയും ചെയ്തത്. ഇതിലിപ്പോൾ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലക്കറിന്റെ നിലപാട് എന്തായിരിക്കും, നീക്കം എന്തായിരിക്കും എന്നതുകൂടി നിർണായകമായിരിക്കില്ലേ? തീർച്ചയായും ചാൻസലർ എന്തായാലും ഗവർണർ സ്ഥാനത്തുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്തായാലും നിലവിലെ ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇതുവരെ ഏതെങ്കിലും തരത്തിൽ പുതിയ ഗവർണർ നിയമിതനായതിനു ശേഷം അത്തരത്തിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഹൈക്കോടതി ഈ വിധി പറഞ്ഞൊരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഹർജി അംഗീകരിക്കുന്നു, അതായത് ചാൻസലർക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ പുതിയ ചാൻസലർ കൂടിയായിട്ടുള്ള പുതിയ ഗവർണർ എന്ത് നടപടി അല്ലെങ്കിൽ എന്ത് നിലപാട് ഇതിനോട് എടുക്കും? നേരത്തെയുള്ള ഗവർണർ നമുക്കറിയാം കോടതികളിൽ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് പോയതാണ്. അന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഹർജി തള്ളുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ സർക്കാർ പാനലിൽ നിന്ന് തന്നെ നിയമനം നടത്തണമെന്നുള്ള ഒരു ആവശ്യം കോടതികൾ അംഗീകരിക്കുമ്പോൾ നിലവിലെ ഗവർണർ ഏത് സമീപനമാണ് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക എന്നുള്ളത് എന്തായാലും ദിവ്യ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രത്യേകതയുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവിനനുസരിച്ച് ചേർന്ന് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും ഗവർണർമാർ അല്ലെങ്കിൽ ചാൻസലർ സ്വീകരിക്കാനുള്ള ഒരു സാധ്യത. കാര്യം അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് തന്നെ നിയമനം നടത്തണമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. താൽക്കാലിക VCമാരെ നിയമിച്ച ആ നടപടി, ചാൻസലറുടെ നടപടി റദ്ദാക്കിയിട്ടില്ലല്ലോ. ഇല്ല, താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ കാലാവധി 20-ാം തീയതി കഴിയുകയാണ്. അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ മാസം തന്നെ അത് അവസാനിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. 28 എന്നാണ് കോടതി പറഞ്ഞത്. അത് 28ആണോ 20ആണോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ മാസത്തോടു കൂടി അത് അവസാനിക്കും. അങ്ങനെയെങ്കിൽ അതിൽ പിന്നെ പ്രത്യേകമായി ഇടപെടേണ്ടതില്ല എന്ന് നോട്ട് ഇന്റർഫിയറിംഗ് വിത്ത് കറന്റ് അപ്പോയിന്റ്മെന്റ് എന്ന് കോടതി പ്രത്യേകമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപക്ഷെ ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ്. അതുമായി ബന്ധപ്പെട്ട് കോടതി ജസ്റ്റ് 2-3 വാക്കുകൾ, 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സർക്കാരിന്റെ ഹർജി അംഗീകരിക്കുന്നു. രണ്ടാമത്,
നിലവിലുള്ള അപ്പോയിന്റ്മെന്റിൽ ഇടപെടുന്നില്ല. കാര്യം അവരുടെ എക്സ്പയറി ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ ഇടപെടേണ്ടതില്ല ഒരു നിരീക്ഷണം കൂടുന്നത്. ഈ രണ്ട് വാക്കുകൾ പറഞ്ഞാണ് ജഡ്ജ്മെന്റ് സിംഗിൾ ബെഞ്ച് അവസാനിപ്പിച്ചത്. പക്ഷേ ആ ഉത്തരവ് വിശദമായി തന്നെ പരിശോധിച്ചാൽ അതിൽ സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിലെ തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മുൻകാല പ്രത്യേകിച്ച് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ ഉൾപ്പെടെയുള്ള ജഡ്ജ്മെന്റ് ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് തന്നെയുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ കവർ ചെയ്യുന്നില്ല എന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അത്തരം വിധികളും അതോടൊപ്പം തന്നെ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടൊരു സമഗ്രമായ ജഡ്ജ്മെന്റ് നമുക്ക് ഒരുപക്ഷെ ഹൈക്കോടതി അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ കഴിയും. ഇന്നിപ്പോൾ ഈ വിഷയം പരിഗണിച്ചപ്പോൾ സിംഗിൾ ബെഞ്ച് കോടതി തുടങ്ങുമ്പോൾ തന്നെ ഒന്നാമത് ഐറ്റമായി ഈ വിഷയത്തിൽ ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാരിന്റെ ഹർജി അംഗീകരിക്കുന്നു, അതായത് ചാൻസലർക്ക് തിരിച്ചടി, അതിൽ സംശയമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ വിസിമാരെ നിയമിച്ചിട്ടുള്ള 2 സർവകലാശാലയിൽ, കേരള ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും, ഈ രണ്ടിടത്ത് വിസിമാരെ താൽക്കാലികമായി നിയമിച്ച മുൻ ചാൻസലറുടെ അപ്പോയിന്റ്മെന്റിൽ ഇടപെടുന്നില്ല. കാര്യം അവരുടെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പക്ഷേ അതിനുശേഷം ഒരു നിയമനം നടത്തുമ്പോൾ സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ എന്തായാലും വിസിമാരെ നിയമിക്കാവൂ എന്ന് കോടതി കർശനമായി തന്നെ നിരീക്ഷിക്കുന്നു. എന്തായാലും ചാൻസലറെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി തന്നെയാണ്. കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനത്തിലാണ് കോടതിയിൽ നിന്നൊരു സുപ്രധാനമായ ഉത്തരവ് വന്നിരിക്കുന്നത്. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിയത്.